ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ സീരീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അതുപോലെ തന്നെ അഫർമേഷൻ കാര്യങ്ങള്, സ്വിച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി ഇതേപോലെ തന്നെയുണ്ടല്ലോ, നമുക്ക് ഓരോ പ്രാക്ടീസുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളുടെ മൈൻഡ് ആൻഡ് ബോഡി അതിന് ഓക്കെ ആവണ്ടേ. അതിനെപ്പോഴും സഹായിക്കുന്നതാണ് എക്സസൈസ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സൂര്യ നമസ്കാരത്തെ കുറിച്ചാണ്. അതായത് കിങ് ഓഫ് യോഗാസന എന്നറിയപ്പെടുന്ന നമ്മുടെ സൂര്യ നമസ്കാരം. ഈ ഒരു സൂര്യ നമസ്കാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത്ര അധികം ബെനഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കിട്ടുന്നത്. 12 സെറ്റാണ് ഒരു സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. 12 സ്റ്റെപ്പ് അടങ്ങിയിരിക്കുന്ന ആ ഒരു സെറ്റ് പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ഒരു സൂര്യ നമസ്കാരം ഒരു റൗണ്ട് പൂർത്തീകരിച്ചു എന്ന് പറയുക. അതിപ്പോ നമ്മൾ വലത് കാല് വെച്ചിട്ടാണ് എങ്കിൽ അടുത്തത് അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടത് കാല് വെച്ചിട്ടുള്ള വീണ്ടും 12 സെറ്റ് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ 3, 6, 9, 12 അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. അപ്പോ ഇത് ഒരു ദിവസം എപ്പോഴാണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മള് സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ സൂര്യ ഭഗവാനോടുള്ള നമ്മുടെ ഒരു നന്ദി അർപ്പിക്കുന്നതാണ്. അതായത് സൺ സല്യൂട്ടേഷൻ ആണ് സൂര്യ നമസ്കാരം എന്ന് പറയുക. അപ്പൊ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ ആ ഉദയത്തിന്റെ ടൈമില്ലേ അതോ അല്ലെങ്കിൽ അസ്തമയത്തിന്റെ ടൈമിലോ നമുക്ക് ചെയ്യാം. നമ്മുടെ സമയം സൗകര്യം അനുസരിച്ച് ഈ ഉദയത്തിന്റെ ടൈമിൽ അല്ലെങ്കിൽ അസ്തമയത്തിന്റെ ടൈം നമുക്ക് അതിനായിട്ട് തിരഞ്ഞെടുക്കാം. ഇനി ഇത് ചെയ്യുന്നോണ്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോ സൂര്യ നമസ്കാരം ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന രീതി വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ പറയാൻ പോകുന്നത് ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ്. അതായത് 12 യോഗാസന അല്ലെങ്കിൽ 12 സെറ്റ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെയുണ്ടല്ലോ, 12 സ്റ്റെപ്പ് ഇതിൽ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം അത്രയധികം ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ ഒരു റിലീഫ് കിട്ടും കേട്ടോ. ഇപ്പോ ഗ്യാസ് ട്രബിൾ ആയിട്ടോ അല്ലെങ്കിൽ മലബന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഓവറോൾ ബോഡി, നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടും. അതായത് മസിലുകൾക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ബലം കിട്ടാനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡിയിലേക്കുള്ള, അതായത് സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡി അതിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്തയോട്ടം വർദ്ധിക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തയോട്ടം വർദ്ധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇത് മെഡിറ്റേഷൻ പോലെയും ചെയ്യാം. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇതൊരു എക്സസൈസ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി ഒരു മെഡിറ്റേഷൻ പോലെ തന്നെ ആയതുകൊണ്ട് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണ് എങ്കിൽ വെയിറ്റ് ലോസിന് ഇതിനേക്കാളും നല്ല വേറൊരു റെമഡി വേണ്ട. കുറച്ചൊക്കെ നമ്മൾ ഫുഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും ഈ ഒരു സൂര്യ നമസ്കാരം ഒരു 6 സെറ്റ് അല്ലെങ്കിൽ ഒരു 9 സെറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഡെയിലി ബേസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കാര്യമായിട്ട് നമ്മുടെ അമിതവണ്ണം കുറയാനായിട്ട് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകാല വാർദ്ധക്യം. ഇപ്പൊ ചിലരെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഒരു 30 വയസ്സോ 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ഏജ് തോന്നിക്കത്തക്ക രീതിയിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം കൊണ്ടാണ്. ഇത് ഡെയിലി ശീലമാക്കുകയാണെങ്കിൽ അകാല വാർദ്ധക്യം തടയാനായിട്ട് കാരണമാകും. ആന്റി ഏജിങ്ങിന് പറ്റിയ ഒരു കാര്യമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. അതായത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഭയങ്കര റിലീഫ് ആകും. നമ്മുടെ മനസ്സിൽ ആറാമത്തെ ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ശീലക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ മാറിക്കിട്ടും. ഈ ഒരു സൂര്യ നമസ്കാരം ഡെയിലി അത് റെഗുലർ ആയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏഴാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനാണ്. തീർച്ചയായിട്ടും അതായത് നമ്മുടെ മുടി പൊഴിച്ചിലുണ്ട് എങ്കിൽ, ഈ മുടി പൊഴിച്ചിലിന്റെ ഒരു കാരണമാണ് നേരത്തെ പറഞ്ഞ സ്ട്രെസ് ഉണ്ടാവുമ്പോ, അതുപോലെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിലും മുടി പൊഴിച്ചിലിന്റെ സാധ്യതയുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നത് കൊണ്ട് തന്നെ മുടി പൊഴിച്ചിലും കുറയാനും ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്നതാണ്. ഇതൊക്കെ ഡെയിലി ബേസിൽ ചെയ്യുമ്പോൾ ട്ടോ. ഇനി എട്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സ്കിന്നിന് നല്ലതാണ്. കാരണം ഇതൊരു എക്സസൈസ്, ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് വരുമല്ലോ. അപ്പൊ അതിന് ഇത് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി ഒമ്പതാമത് പറയണ ഒരു എന്താ പറയണ, ഇതുകൊണ്ടുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒരുപാട് പേര് ലേഡീസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് അവരുടെ പീരീഡ്സ് റെഗുലർ അല്ലാതെ വരുന്നു എന്നുള്ളത്. അപ്പൊ റെഗുലർ ആയിട്ടുള്ള പീരീഡ്സ് വരുന്നതിനൊക്കെ ആയിട്ട് സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്ത് പോകുന്നതിനായിട്ടും ഈ സൂര്യ നമസ്കാരം സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ല, ഇത് നമ്മൾ ശരിക്കും ആ ഒരു നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു 3 സെറ്റൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 15 മിനിറ്റ് ടൈം ഏറ്റവും കുറഞ്ഞത് നമുക്ക് അതിനായിട്ട് വേണം. ഓക്കെ, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ടൈം നമ്മൾ മാറ്റിവെക്കുക. അപ്പൊ ഇത് നമ്മുടെ ഒരു എന്താണ് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ കൂട്ടത്തില് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, നമ്മൾ എക്സസൈസിന് വേണ്ടിയിട്ടും കൂടെ കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ആ ഒരു കാര്യത്തില് വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ എക്സസൈസിലൂടെ നമ്മുടെ മനസ്സും ശരീരവും അത്രമേൽ ബെനിഫിറ്റ് കിട്ടും. ഇത് ഓരോ ദിവസം ചെയ്യുമ്പോഴും അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ടെൻഷൻ എന്നൊക്കെ പറയുന്നതിന്റെ വേർഡ് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് ഞാൻ ആയിരുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു നേരത്തെയൊക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ യോഗ ശീലമാക്കി അതിൽ പ്രത്യേകിച്ച് ഈ ഒരു സൂര്യ നമസ്കാരം കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്ര മാറ്റങ്ങൾ. നമുക്ക് ക്ഷമ, അതുപോലെ തന്നെ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും, അതായത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്നങ്ങ് വറീഡ് ആവുന്ന ആ ഒരു കാര്യമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഇതിലൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു ട്യൂട്ടോറിയൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഇത്, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ എല്ലാവരും ഇതും ഒന്ന് ശീലമാക്കി നോക്കും. മിക്കവർക്കും അറിയാം, ഇത് ചെയ്ത് ശീലിച്ച് അതിന്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുള്ളവരായിരിക്കും. പിന്നെ വിട്ടുപോയൊരു കാര്യം കേട്ടോ, ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ഡിസ്കിനൊക്കെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യുന്ന രീതി അനുസരിച്ചൊരു കൺസൾട്ടേഷൻ, ഡോക്ടറുടെ കൺസൾട്ടേഷനും കൂടി എടുത്തിട്ട് ചെയ്യുക. അതിനൊക്കെ നല്ലതാണ് ഈ ഒരു സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് ഇപ്പോൾ ഒട്ടുമിക്കവർക്കും, പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞ ആളുകൾക്ക് മിക്കവർക്കും ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കാരണം ഹൃദയത്തിലേക്കുള്ള ശരിയായിട്ടുള്ള രക്തയോട്ടം വരാനും ഒക്കെ ഇത് സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കിത് തീർച്ചയായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ രീതി എന്നുള്ളത് ഞാൻ ട്യൂട്ടോറിയൽ ക്ലാസ് അല്ല, ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക്